ഞങ്ങളെ കൂടുതൽ കൊല്ലാൻ നോക്കുന്ന പോലീസ് ഞങ്ങളാരെ കൊന്നില്ല. നമ്മൾ നമ്മുടെ പ്രതിഷേധം അറിയിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുമെന്നുള്ള ഒരു സംശയം വേണ്ട. അത് ലാത്തി എടുത്ത് പൊക്കി കാണിച്ചാലും ഷീൽഡ് എടുത്ത് പൊക്കി കാണിച്ചാലും എത്ര നക്ഷത്രമുള്ളവരാണെങ്കിൽ പോലും പ്രതിഷേധം അറിയിക്കാൻ വന്നത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പ്രതിഷേധം അറിയിച്ചു തന്നെ പോകും. അപ്പൊ അതുകൊണ്ട് ആരും ഇവിടെ പ്രത്യേകിച്ച് കോക്രി കാണിച്ച് ഇതിനെ പ്രത്യേകിച്ച് അങ്ങ് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കണ്ട. കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തെ തന്നെ നാണിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നുള്ളത് കേരളം തിരിച്ചറിയുകയാണ്. സുജിത്ത് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, മറിച്ച് ഒരമ്പലത്തിലെ പൂജാരിയാണ്. എല്ലാവിധ നൈഷ്ഠകളും എല്ലാവിധ ആചാരങ്ങളും പുലർത്തുന്ന ഒരമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ അയാൾ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേരളത്തിലെ പോലീസ് ഒരു കള്ളക്കേസ് എടുക്കുകയാണ്. ആ കള്ളക്കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോ അയാൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞതോടുകൂടി തന്നെ അത് കള്ളക്കേസാണ് എന്ന് ഈ ലോകം മുഴുവൻ അറിഞ്ഞതാണ്. നീണ്ട നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നു. CCTV വിഷ്വലുകൾ പുറത്തു വരുന്നു. പുറത്തു വന്ന് 2 കൊല്ലം കഴിയുമ്പോഴാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിന് ബോധോദയം ഉണ്ടാകുന്നത്. ഞങ്ങൾ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്തു കളയാം, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാം എന്നാണ് കേരളത്തിലെ സർക്കാർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഒന്നും ഈ സർക്കാരിന്റെ ഒന്നും ഒരൗദാര്യവും യൂത്ത് കോൺഗ്രസിന് ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകനെ തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നിങ്ങൾ നേരിട്ടില്ലെങ്കിൽ അവന്മാരെയൊക്കെ കായികമായി നേരിടാനും ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം മലപ്പുറത്തായ SI നുഹ്മാന്റെ വീട്ടിലേക്ക് നമ്മൾ മാർച്ച് നടത്തി. ഇപ്പോൾ സന്ദീപിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തി. ഒരിക്കൽ കൂടി മാർച്ച് നടത്തുന്നു. എന്തിനാണെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം സുജിത്തിനെ കണ്ടപ്പോ സുജിത്ത് എന്നോടൊരു കാര്യം പറഞ്ഞു. ചേട്ടാ, എന്നെ ഏറ്റവും കൂടുതൽ തല്ലിയത് ആ
സന്ദീപ് എന്ന് പറയുന്ന പോലീസുകാരനാണ്. അവൻ തല്ലുമ്പോ പറഞ്ഞത് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് കാണട്ടെ എന്നാണ് ആ സന്ദീപ് പറഞ്ഞത് എന്ന് എന്നോട് സുജിത്ത് പറയുകയുണ്ടായി. നിന്റെ യൂത്ത് കോൺഗ്രസ് നിർത്തും, നിന്റെ പൂജാരിപ്പണിയും നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദീപ് ആക്രമിച്ചത്. എടാ സന്ദീപ്, അല്ലെങ്കിൽ സന്ദീപിന്റെ അടുത്ത ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാന് ലൂസിഫറിലെ ഡയലോഗ് ഒന്നും പറയുന്നില്ല, പക്ഷേ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക, ഇന്ന് നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ ചെറ്റ ഇവിടെ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുക. ആരുണ്ട് ഇവിടെ രക്ഷിക്കാൻ? ഈ സന്ദീപ് എന്ന് പറഞ്ഞവന് ഇപ്പോ സസ്പെൻഷനാണ്, ഒരു സംശയവും വേണ്ട. അത് ഡിസ്മിസൽ ചെയ്യാതെ ഞങ്ങൾ തെരുവുകളിൽ നിന്ന് കയറില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അതുമാത്രമല്ല, അവൻ പറഞ്ഞ ഒരു പ്രസ്താവന പിന്നീട് അവൻ പറഞ്ഞത്, ഞാന് വെൽഡിംഗ് പണിക്ക് പോയിട്ടാണെങ്കിലും ജീവിച്ചോളാം, പക്ഷേ യൂത്ത് കോൺഗ്രസുകാരെ തലമൊക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ സന്ദീപ് പറഞ്ഞത്. ഏത്? കേരള പോലീസിന്റെ യൂണിഫോം ഇട്ട സന്ദീപ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ വാലാട്ടിയായ പേപ്പട്ടി പറയുകയാണ്, നിങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ ഇവിടെ എഴുന്നേക്കാൻ സമ്മതിക്കില്ല എന്ന്. എടാ സന്ദീപേ, നീ വെൽഡിംഗ് പണിക്ക് പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കാരണം ഡിസ്മിസിൽ ചെയ്ത എന്തെങ്കിലും ഒരു പണി വേണം. ഒരു പണിയെ ഞാൻ അപമാനിക്കുന്നില്ല, നല്ല പണിയാണ്. പക്ഷേ നീ വെൽഡിംഗ് പണിക്ക് ഈ വഴി ഇങ്ങനെ അങ്ങ് കടന്നു പോകുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ തെക്കൻ ഭാഗത്ത് വെച്ച് നിന്റെ ചെകിട്ടിലിട്ട് 2 അടി അടിച്ചാൽ സന്ദീപെ ഒന്നും വിചാരിക്കരുത്, പിന്നെ പോലീസിന് കിട്ടുന്ന പരിരക്ഷ നിനക്ക് കിട്ടില്ല. 353 സെക്ഷൻ ഇവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ യൂണിഫോം അങ്ങ് അഴിച്ചു വെച്ചാൽ സന്ദീപെ, നീയും മനുഷ്യനാണ്, ഞങ്ങളും മനുഷ്യരാണ്. ഈ യൂണിഫോം അങ്ങ് അഴിച്ചു വെച്ചാൽ നിനക്കും ഒരേ നിയമമാണ്, ഞങ്ങൾക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് സുജിത്തിന്റെ മേലേക്ക് വീണ ഓരോ അടിക്കും പകരം ചോദിക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം അടങ്ങില്ല എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഇത് ഒരൊറ്റ സംഭവമാണോ? ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു ഡിവൈഎഫ്ഐയുടെ നേതാവ് വിഘ്നേഷ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നപ്പോ അയാൾ വന്ന് പറയുകയാണ്, 3 കൊല്ലമായി എന്നെ ഒരു SI അടിച്ച് അവശനാക്കിയിട്ട്, പക്ഷേ എനിക്ക് നീതി മേടിച്ചു തരാൻ ഇവിടുത്തെ സർക്കാരിനോ എന്റെ പ്രസ്ഥാനത്തിനോ സാധിച്ചിട്ടില്ല എന്ന് ഒരു ഡിവൈഎഫ്ഐക്കാരൻ പറയുകയാണ്. മിനിഞ്ഞാന്നാണ് നെടുമ്പന CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പറയുകയാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോ കൂമ്പിനിട്ട് ഇടിയാണ് ആദ്യം കിട്ടിയത് എന്ന്. CPM-കാർ ഈ അവസ്ഥയാണെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ഈ ഭരണത്തിന് കീഴിൽ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ? എത്രയേറെ നടപടികൾ എടുക്കാനുണ്ട്. നമുക്കറിയാം, ഒരു ഗൺമാൻ ഉണ്ടായിരുന്നല്ലോ, അനിൽകുമാർ, ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളെ അജയെയും അതുപോലെ തന്നെ തോമസിനെയും അടിച്ചവശനാക്കി. എല്ലാവിധ തെളിവുകളുമുണ്ട്. ഈ സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല. നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് തൊടുപുഴയിൽ ബിലാൽ, ആ ബിലാലിനെ അടിച്ച് 40% കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. അയാൾക്കെതിരെ, ആ പോലീസുകാരനെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വിധിച്ചു. എന്നിട്ടും നടപടിയെടുത്തിട്ടില്ല. ഈ സന്ദീപിനെതിരെ പോലും, അല്ലെങ്കിൽ ഈ നുഹ്മോനെതിരെ പോലും 2 കൊല്ലമായി ഈ പോലീസുകാർക്കറിയാം ഇത്ര മാരകമായ അടിയാണ് അടിച്ചത് എന്ന്. എന്നിട്ടും ഇപ്പോഴാണ് ഒരു സസ്പെൻഷനിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഞാൻ അയാളെ ഇപ്പൊ വാഴ എന്ന് വിളിക്കാറില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു ചർച്ചയിൽ വാഴ എന്ന് വിളിച്ചപ്പോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ നീ മേലാൽ വാഴ എന്ന് വിളിക്കരുത്. അപ്പൊ ചോദിച്ചു, എന്താ? വാഴയും കൊണ്ട് ഒരു പഴത്തിന്റെ എങ്കിലും ഉപയോഗമുണ്ട്, ഇയാളെ കൊണ്ട് അതുപോലെ ഉപയോഗമില്ലാതെ. അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ലാതെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയനാണ് ഇതിന് കുറ്റക്കാരൻ. കാരണം എന്താ? ഈ വിഷയം നടന്ന്, ഈ വിഷ്വൽ പുറത്തു വന്ന് ഇന്നിപ്പോ 7 ദിവസം കഴിയുകയാണ്. ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു വാക്കുകൊണ്ടെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? ഇത്രയും പ്രശ്നങ്ങൾ നടന്ന്, കേരളത്തിനകത്ത് പോലീസിന്റെ ഇത്രയും വലിയ കടന്നാക്രമണം നടന്ന് ഇത്രയും ദിവസമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒന്ന് അപലപിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ ക്രിമിനൽ പോലീസ് സംഘത്തിന് പിന്തുണ കൊടുക്കുന്നത് ക്രിമിനൽ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുമ്പോ ഇത് ജംഗിൾ രാജ് ആണ് കേരളത്തിൽ എന്ന് പറഞ്ഞു വെക്കാൻ ഇവിടെ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്.